സെറ്റല്ലേ? അവിടെ കുറച്ച് ബോയ്സ് നിൽപ്പുണ്ട്. നിങ്ങൾ ഭയങ്കര സംഭവമാണ് കേട്ടോ മക്കളെ, അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരൊറ്റ വരി മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആരായിരുന്നു ആ ഗായിക? ഞാൻ അടുത്ത വരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല. ബട്ട് പ്രോബ്ലം ഇല്ല, നമുക്ക് അടുത്ത തവണ നോക്കാന്നേ. അടുത്ത തവണ നമ്മൾ മൈക്കൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് തകർക്കാം. അടുത്ത പാട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗായികയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലയാളക്കര നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട ഗായിക. അതിന് മുൻപായിട്ട് ഒരു ചേട്ടൻ, എനിക്ക് തോന്നുന്നത് കടലയോ കപ്പലണ്ടിയോ ആണെന്ന് തോന്നുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും അരികിലേക്ക് അദ്ദേഹം വരുന്നത് ഞാൻ കണ്ടു. അപ്പം നമുക്ക് അതൊരു ചെറിയ സന്തോഷമാണ് അല്ലേ? അതൊരു ചെറിയ സന്തോഷമാണ്, നമ്മളെ കൊണ്ട് പറ്റും. അത് വലിയ തുകയൊന്നും ഉള്ളൊരു കാര്യമല്ല, ഒരുപാട് പൈസയും വേണ്ട. പക്ഷെ എല്ലാവരും കൂടി ഒന്ന് കൂടുമ്പോൾ അതൊരു സന്തോഷമാണ്, അദ്ദേഹത്തിനൊരു ജീവിത മാർഗ്ഗമാണ്. അപ്പം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ഒന്ന് രണ്ട് പേരോ അല്ലെങ്കിൽ കുറച്ചധികം ആളുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ചേട്ടൻ്റെ ജീവിതത്തിന് അതൊരു വലിയ ആശ്വാസമായിരിക്കും. നമുക്ക് അങ്ങനെയൊക്കെ അല്ലേ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുറച്ച് പേരൊക്കെ അത് വാങ്ങിക്കുന്നത് കണ്ടു, കുറേ പേരൊന്നും എനിക്കത് ശ്രദ്ധിക്കുന്നത് കണ്ടില്ല. എനിക്കപ്പോൾ എന്തോ ഒരു മനസ്സിനൊരു വിഷമം പോലെ. പിന്നെ കക്കാടുകാരാകുമ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടുകാരല്ലേ, എനിക്ക് നിങ്ങളോട് നേരിട്ട് പറയാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ പറ്റുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുക. പരമാവധി തിരിച്ചു പോകുമ്പോൾ ആ സഞ്ചി കാലിയാക്കുക, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ആഘോഷത്തിലെ അടുത്ത പാട്ടിന് വേണ്ടി ഞാൻ ആ ഗായികയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കക്കാടിൻ്റെ മണ്ണെന്ന് പറഞ്ഞാൽ നേടിയെടുത്ത നേട്ടങ്ങളും തേടി വന്ന നേട്ടങ്ങളും ഒക്കെ ഈ ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ലോകമെമ്പാടുമുള്ള സംഗീത വേദികൾ ഒരു അത്ഭുതമായി മാറിയ, മിന്നിത്തിളങ്ങുന്ന ഒരു താരറാണിയായി മാറുമെങ്കിലും സാധാരണക്കാരിയായി ചാലക്കുടിയുടെ നന്മയുള്ള മകളായി ഭൂലോകം മുഴുവനും ഇങ്ങനെ പറന്നു നടക്കുന്ന ഗായികയാണ്. ഒട്ടനവധി അന്തർദേശീയ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളെല്ലാം നേടിയെടുക്കുമ്പോഴും അത് നമ്മുടെ പ്രസിദ്ധയല്ലേ, നമ്മുടെ പ്രസിദ്ധ ചേച്ചിയല്ലേ, നമ്മുടെ ചാലക്കുടിക്കാരിയല്ലേ എന്ന് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ എത്ര ഉയരങ്ങളിലേക്ക് പറന്നുയർന്നാലും ആ മനസ്സിൻ്റെ നന്മയാണ് ഈ ഗായികയെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് എന്ത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും തളരാതെ പതറാതെ മുന്നോട്ട് പോകാനായിട്ട് കക്കാടുകാർ കൂടെയുള്ളപ്പോൾ പിന്നെ എന്താ നമുക്ക് വേണ്ടതല്ലേ? തകർപ്പൻ കയ്യടികളോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നാടൻ പാട്ടിന്റെയും സംഗീത ലോകത്തിന്റെയും ഒക്കെ താരറാണിയായ മലയാളത്തിന്റെ സ്വന്തം പ്രസീത ചാലക്കുടി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൈ പൊക്കിയിട്ട് ഒരു കൈയടി തന്നെ, കൈ പൊക്കിയിട്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളെ തന്നെ ഇവിടെ പാട്ട് പാടാനൊക്കെ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ തൊട്ട് നന്ദി ഭഗവാനും ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മില്ലേഴ്സ് ക്ലബിൻ്റെ ചുണക്കുട്ടികൾക്കും പറഞ്ഞുകൊണ്ട് പാട്ടിലേക്ക് പൊക്കോട്ടെ. അയ്യോ, അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചങ്ങോട്ട് ഉറക്ക മറുപടി പറഞ്ഞ പാട്ടിലേക്ക് പൊക്കോട്ടെ. ആയിക്കോട്ടെ. ഇവിടെ ഓരോ പാട്ട് പാടുമ്പോഴും നിങ്ങൾ ചിരിച്ച മുഖത്തോടെ ഇരിക്കണം. അവിടെ നിൽക്കുന്ന ചേട്ടന്മാരും അവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികളും എല്ലാവരും ചേർന്ന് ഒന്ന് ഇവിടെ വന്നിരുന്നാൽ നോക്കുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒന്ന് വന്ന് ഇവിടെ ഇരുന്ന് ഞങ്ങളോട് സഹകരിക്കണം. ഇവിടെ വണ്ടി ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടനെ ഞാൻ കണ്ടു. ഈ ഭാഗത്തൊന്നും കാണാത്തൊരു ചേട്ടനാണ്. ആ ചേട്ടൻ്റെ മുഖത്തേക്ക് ഞാനൊരു നോട്ടം. ആ സമയത്ത് ആ ചേട്ടൻ എന്നെ റൊമാൻറ്റിക് ആയിട്ട് വേറൊരു നോട്ടം. ആ ചേട്ടന് വേണ്ടി ഒരു 4 വരി പാടിയിട്ട് അടുത്ത പാട്ടിലേക്ക് പോവാം. ആ ചേട്ടന് വേണ്ടി പാടട്ടെ? ആയിക്കോട്ടെ ബാബുട്ടാ. നോക്കല്ലേ ചേട്ടാ, നിന്റെ ചോളിക്കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിൻ്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കുടക്കമ്പി പോലെ, ഒരു ചീനക്കുടക്കമ്പി പോലെ. ലൈറ്റർ മോനെ, ലൈറ്റർ. അവരുടെ മുഖം ഒന്ന് കാണട്ടെ. മനസ്സിലെ പ്രണയം സ്നേഹം ഉള്ളവർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ഒന്ന് കൈയടിച്ച് കൂടിക്കോട്ടെ. പോവാം ബാബുട്ടാ. ഒന്ന് താളത്തിൽ കൈയടിച്ചേ. ഈ സൈഡ് ഒന്ന് ഉഷാറേ. നോക്കല്ലേ ചേട്ടാ, നിന്റെ ചോളിക്കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിൻ്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കുടക്കമ്പി പോലെ, ഒരു ചീനക്കുടക്കമ്പി പോലെ. നോക്കല്ലേ ചേട്ടാ, നിന്റെ ചോളിക്കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിൻ്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കുടക്കമ്പി പോലെ, ഒരു ചീനക്കുടക്കമ്പി പോലെ. നോക്കല്ലേ ചേട്ടാ, നിന്റെ ചോളിക്കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിൻ്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കുടക്കമ്പി പോലെ, ഒരു ചീനക്കുടക്കമ്പി പോലെ. നോക്കല്ലേ ചേട്ടാ, നിന്നെ ചോളിക്കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിൻ്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കുടക്കമ്പി പോലെ, ഒരു ചീനക്കുടക്കമ്പി പോലെ. ഒറ്റക്കൈ പൊക്കിയേ.
വീശിയേ, ആ ഒന്ന് വീശിയേ, ആ പഞ്ചാര കുഞ്ചി എന്നാണോ എന്നെ കണ്ടപ്പോ നിന്നുള്ളിൽ ചേട്ടാ, 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 പാടിക്കൊരുങ്ങല്ലേ ചേട്ടാ നിന്റെ പാട്ടിനെ പോവിന്റെ ചേട്ടാ, നിന്റെ പാട്ടിനെ പോവിന്റെ ചേട്ടാ, പാടിക്കൊരുങ്ങല്ലേ ചേട്ടാ നിന്റെ പാട്ടിന് പോകണ്ടേ ചേട്ടാ, നിന്റെ പാട്ടിന് പോകണ്ടേ ചേട്ടാ, പാടി നോക്കല്ലേ നോക്കല്ലേ ചേട്ടാ നിന്റെ ചോളി കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീന കൂട കമ്പി പോലെ, ഒരു ചീന കൂട കമ്പി പോലെ. പെണ്ണിനെ വിട്ടോ ഇനി കെട്ടണ പൂതിയും വിട്ടോ, കെട്ടിയ പെണ്ണിനെ വിട്ടോ ഇനി കെട്ടണ പൂതിയും വിട്ടോ, കപ്പട മീശ കണ്ടാലും ഇപ്പൊ പേടിക്കുന്നില്ലട ചേട്ടാ, ഇപ്പൊ പേടിക്കുന്നില്ലട ചേട്ടാ, കപ്പട മീശ കണ്ടാലും ഇപ്പൊ പേടിക്കുന്നില്ലട ചേട്ടാ, ഇപ്പൊ പേടിക്കുന്നില്ലട ചേട്ടാ, നോക്കല്ലേ നോക്കല്ലേ ചേട്ടാ നിന്റെ ചോളി കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീന കൂട കമ്പി പോലെ, 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 ഒരു ചീനക്കുട കമ്പി പോലെ. ഇഷ്ടപ്പെട്ടാൽ ആത്മാർത്ഥമായിട്ട് ഒരു കയ്യടി ഇങ്ങോട്ട് തന്നെ കാരണം ഉണ്ട് കേട്ടാ. നമ്മുടെ കക്കാട് അമ്പലത്തിൽ കഴിഞ്ഞ 11ഓളം വർഷമായി ഞാൻ പാടണേ. തെരഞ്ഞു പിടിച്ച് നോക്കിയപ്പോൾ ഇനി പാടാൻ പാട്ടുകളൊന്നുമില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഒരു പുതിയ പാട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അടുത്തത് ഡാൻസേഴ്സിന് വേണ്ടി ഒരു കിടുപാട്ട്. ആ പെൺകുട്ടികൾ സെറ്റല്ലേ? സെറ്റ് ആയിക്കോട്ടെ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല കേട്ടാ. അടിപൊളി ഡാൻസർമാരാണ്, നമ്മുടെ നാട്ടുകാരാണ്. അവർ കളിക്കുമ്പോൾ നിങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്നാന നല്ലൊരു ഇളം കാവുക എന്നുള്ളൊരു കിട്ടുപാട്ടാണ് ബാബുട്ടാ. നമുക്ക് പോയാലോ? സനു സെറ്റല്ലേ? ചാടണ പാൽകവുങ്ങിൻ തല പൂത്താ പിന്നെ പൂവൊന്നും ഞമ്മള് കാണൂല. ഒന്നാനാ നല്ലൊരിളകവുങ്ങ് ഇലവിരി ചാടണ പാൽകവുങ്ങിൻ തല പൂത്താ പിന്നെ പൂവൊന്നും ഞമ്മള് കാണൂല. കൈയടിച്ചുകൂടെ? പാത്തൂന്റെ മോളാണ് കാണാനഴകുള്ള കരിതപ്പെട്ട് ആരോധിക്കണ പൂവാണ്. തെക്കേലെ പാത്തൂന്റെ മോളാണ് നല്ലൊരിളകവുങ്ങ് ഇലവിരി ചാടണ പാൽകവുങ്ങിൻ തല പൂത്താ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. കൈ പൊക്കി പെണ്ണാണ് മാപ്പിള പാട്ടിന്റെ ചേരാണ് ആരും കൊതിക്കണ പൂവാണ്. തെക്കേലെ പാത്തൂന്റെ മോളാണ് ഒന്നാനാ നല്ലൊരു
ഗതികപ്പെട്ട് ആദ്യം കൊതിക്കണ പൂവാണ് അപ്പക്കേലെ കാത്തൂന്റെ മോളാണ് ഒന്നാനാ നല്ലൊരില കവുങ്ങ് ഇല വിരിച്ചാടണ പാൽക്കവുങ്ങ് പാൽക്കവുങ്ങിൻ തല പൂതാപ്പിനെ പൂവൊന്നും നമ്മൾ കാണൂല ഒന്നാനാ നല്ലൊരില കവുങ്ങ് ഇല വിരിച്ചാടണ പാൽക്കവുങ്ങ് പാൽക്കവുങ്ങിൻ തല പൂതാപ്പിനെ പൂവൊന്നും നമ്മൾ കാണൂല നമ്മൾ കാണൂല നമ്മൾ കാണൂല നമ്മൾ കാണൂല നമ്മൾ കാണൂല. അടിക്കൈ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വീട്ടിൽ നിന്ന് വരുമ്പോൾ 2 കൈയും കൊണ്ടുവന്നവര് ഒരു കാര്യം ചെയ്യുക. ഈ ക്യാമറ പിടിച്ച എൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. ഞാൻ അങ്ങോട്ട് പോവും, ഇതിങ്ങോട്ട് പോവും, കിട്ടണ്ട. ഇപ്പോൾ ഇവിടെ നിൽക്കാം. വീട്ടിൽ നിന്ന് 2 കൈയും കൊണ്ടുവന്നവര് ഒന്ന് പൊക്കിയേ, പൊക്കേ. അത് വീട്ടിൽ വെച്ചാ ഒന്ന് പൊക്കിയാണ്ട് 2 കൈയും പൊക്കിയേ, അങ്ങോട്ട് പൊക്കിയേ. ഒരു 2 കൈയല്ല ഒന്ന് പൊക്കി പിടിക്കാൻ പറയണം. ഒന്ന് പൊക്കിയേ, ഒരു പിശുക്ക് കാണിക്കാണ്ട്. കൂട്ടടി കൂട്ടടി കൂട്ടടി. ഇത്ര സ്പീഡില് സനോ, ഇത്ര സ്പീഡില്. 1 2 1 2 3 start. നല്ലൊരില കവുങ്ങ് ഇല വിരിച്ചാടണ പാൽക്കവുങ്ങ് പാൽക്കവുങ്ങിൻ തല പൂതാപ്പിനെ പൂവൊന്നും